ഗവൺമെന്റ് ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിത സാഹചര്യം കൂടെ നമ്മളൊന്ന് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഞങ്ങൾ ഇന്ന് ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗൈഡാണ് കുറുമൻചേട്ടൻ. കുറുമൻചേട്ടാ ഷാറല്ലേ? അപ്പോൾ കുറുമൻചേട്ടനായിട്ട് ഞങ്ങൾ കുറെ നേരം സംസാരിച്ച സമയത്ത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇദ്ദേഹത്തിന് മാസത്തിലാണ് ശമ്പളം കിട്ടാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളെ ബ്രഹ്മഗിരി ഹിൽസ് പിന്നെ കയറാൻ ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട്. ഈ 12 കിലോമീറ്റർ കയറണം, ഏകദേശം 1600 അടി വരുന്നുണ്ട്. അപ്പൊ ഇത് മാസത്തിൽ ഒരു 10 തവണയൊക്കെ കയറുമായിരിക്കും അല്ലേ? ഏകദേശം എത്ര തവണ കയറും? 8-9 തവണ കയറാം. അപ്പൊ ഈ കയറുന്നത് നമ്മുടെ കൂടെ ഗൈഡായിട്ട് വരുന്നവർക്ക് മാസത്തിലെ ശമ്പളം നമ്മൾ വിചാരിക്കുന്ന ജീവിതം കഴിഞ്ഞു പോകുന്ന ശമ്പളം ഉണ്ടാവും. സത്യത്തിൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ കുറവാണ്. ഏകദേശം ഒരു 3000 രൂപക്ക് അടുത്തൊക്കെ ഇവരുടെ ശമ്പളമുള്ളൂ. അപ്പം പോരാത്തതിന് ഗവൺമെന്റ് ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിത സാഹചര്യം കൂടെ നമ്മളൊന്ന് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. കാരണം ഇവരാണല്ലോ യഥാർത്ഥത്തിൽ ഈ നമ്മുടെയൊക്കെ കാടിന്റെ ഉടമകൾ എന്ന് പറയുന്നത് അല്ലേ? ഏട്ടൻക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. അപ്പൊ അതിൽ ഇവർ സംതൃപ്തരാണെന്നാണ് ഇതിൽ പറയുന്നത്. അതാണ് ഏറ്റവും രസകരമായ ഫാക്ട് എന്ന് പറയുന്നത്. ഇവരുടെ ജീവിത സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു വരും. പക്ഷെ എന്നാൽ പോലും ഇന്നത്തെ കാലത്ത് 3000 രൂപയ്ക്കൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച പ്രയാസകരമാണ്. അപ്പോൾ എങ്ങനെയായാലും